നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സബ്സിഡികളും എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ ലഭിക്കേണ്ട ഓണറേറിയൊക്കെ, അതായത് അവരുടെ ശമ്പളം കിട്ടുമോ എന്ന് തമ്പുരാനറിയാം. സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല പോലും. മണിവാലും വെള്ളത്തിൽ കിട്ടി. വാർത്ത വായിക്കാം. സർക്കാർ പണം അനുവദിക്കുന്നില്ല, പദ്ധതികൾ അവതാളത്തിൽ, ആനുകൂല്യങ്ങൾ കിട്ടാതെ ജനം വലയുന്നു. സംസ്ഥാന സർക്കാർ നൽകേണ്ട പണം നൽകാത്തതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലേക്ക്. ഇതോടെ പൊതു വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകാതെ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും വലയുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട വികസന ഫണ്ടിൻ്റെ 3ാം ഗഡു ലഭിക്കാത്തതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. ജനുവരിയിൽ നൽകേണ്ട അവസാന വിഹിതമാണ് മുടങ്ങിയത്. ജനുവരിയിൽ അനുവദിക്കേണ്ട വിഹിതം സാധാരണ മാർച്ചിലെങ്കിലും കിട്ടാറുണ്ടായിരുന്നു. ഇക്കുറി ഇത് മുടങ്ങി. ഇത്തരമൊരു പ്രതിസന്ധി ആദ്യമായിട്ടാണെന്ന് ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പറയുന്നു. സ്വാഭാവികം, ആദ്യമായിട്ടായിരിക്കുമല്ലോ. ഇതോടെ കാർഷിക മേഖലയിലെ സബ്സിഡി, വീട് നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം, വീട് അറ്റകുറ്റപ്പണി, ലൈഫ് പദ്ധതി എന്നിവ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുന്നതും അംഗനവാടി ജീവനക്കാരുടെയും പാലിയേറ്റീവ് നഴ്സുമാരുടെയും ഉൾപ്പെടെ വിവിധ മേഖലകളിലെ ഓണറേറിയം, പട്ടിക വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് എന്നിവയുടെ വിതരണവും താളം തെറ്റി. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? നല്ല സൂപ്പർ സർക്കാർ. ഇപ്പോഴൊരു കാര്യം ഓർത്ത്, ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോണം. മറ്റു പാർട്ടിക്കാരോടാണ് പറയുന്നത്. കാരണം ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ CCTV ദൃശ്യങ്ങളൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് സർക്കാർ ഓഫീസുകളിലൊക്കെ CCTV ഇരിപ്പുണ്ടല്ലോ. ഇതൊക്കെ ചിലപ്പോൾ ഇടിവെട്ടി പോകാനും ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതിന് മുൻപേ ഇതിൻ്റെയൊക്കെ ബാക്കപ്പ് പോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ വെച്ചോ. ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഞാൻ പറഞ്ഞോളൂ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭരണമാറ്റം ഉണ്ടാകാൻ പാടില്ല. തുടരണം ഈ ഭരണം. അതാണ് എൻ്റെ ആഗ്രഹം. അടുത്ത പ്രാവശ്യം കൂടെ കയറിയിട്ടേ പഞ്ചായത്ത് മെമ്പർമാർക്കും മറ്റ് ജീവനക്കാർക്കും ഒക്കെ കൊടുക്കാനുള്ള ഓണറേറിയോ ശമ്പളം എല്ലാം കൊടുത്ത് പദ്ധതി ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് പോയച്ചാൽ മതി. കുറച്ചും കൂടെ കടം എടുത്തോ. അതായത് 3700 കോടി എടുക്കാനെങ്ങാണ്ട് തീരുമാനമായില്ലേ. കുറച്ചും കൂടെ കൂട്ടി വെക്ക്. അങ്ങനെ എടുക്ക്. അടുത്ത 5 വർഷം കൂടെ കുറച്ച് മാക്സിമം കടം എടുക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ 5 വർഷം പൂർത്തിയാക്കത്തില്ല. അതിന് മുമ്പ് എന്തെങ്കിലും തീരുമാനമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാണ്, ഒന്നുകൂടെ കയറണം. എന്നാലേ ശരിയാകത്തുള്ളൂ.